ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് മിനറൽ ആസിഡ്സിനെയാണ് പരിചയപ്പെടുന്നത്. പരിചയമുണ്ടെങ്കിലും അധികം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത ഈ ആസിഡുകളുടെ ചില സവിശേഷതകൾ. ആദ്യത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ് HNO3 ആൻഡ് ദ കിങ് ഓഫ് ഓൾ കെമിക്കൽസ്, ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ് H2SO4. ഈ 3 ആസിഡ്സിനെയും മിനറൽ ആസിഡ്സ് എന്നാണ് പറയുന്നത്. ദേ ആർ വെരി സ്ട്രോങ് ആൻഡ് കൊറോസീവ് ആസിഡ്സ്. വളരെ കൊറോസീവായിട്ടുള്ള ഈ ആസിഡ്സ് കൈകാര്യം ചെയ്യുമ്പോൾ കൈകളിലോ വസ്ത്രങ്ങളിലോ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കമേഴ്ഷ്യലി 5 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ ബോട്ടിലാണ് ഇത് ലഭ്യമാകുക. എന്നാൽ എനിക്ക് ഇത് റിസർച്ച് ആവശ്യത്തിന് 125 ml ചെറിയ സാമ്പിൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്ലാസ്റ്റിക് ലിഡ്, എയർ ടൈറ്റായിട്ടുള്ള പ്ലാസ്റ്റിക് ലിഡ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക. അത് നന്നായി എയർ ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ആ നൈട്രിക് ആസിഡ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നൈട്രിക് ആസിഡ് ബോട്ടിൽ ആദ്യത്തെ ലിഡ് നമ്മൾ മാറ്റി, അതിനുശേഷം അതിനുള്ളിലുള്ള ആ പ്ലാസ്റ്റിക് എയർ ടൈറ്റായിട്ട് അടയ്ക്കുന്ന ആ കൊച്ച് ലിഡ്, അതൊരു മെറ്റൽ, യൂഷ്വലി ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കതിനെ പൊക്കിയെടുക്കാം. അത് താഴെ വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരിക്കലും അതിൻ്റെ സൊല്യൂഷനിൽ ടച്ച് ചെയ്യുന്ന ഭാഗം തറയിൽ വയ്ക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നു. തിരിച്ച് ആ ലിഡ് എടുത്ത് അതുപോലെ തന്നെ അടയ്ക്കുന്നു. അടച്ചതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി സൾഫ്യൂരിക് ആസിഡ് വീണ്ടും നമ്മൾ നോക്കുകയാണ്. സൾഫ്യൂരിക് ആസിഡും ഇതുപോലെ നമുക്കെടുക്കാം. ഈ ആസിഡെല്ലാം വളരെ കൊറോസീവ് ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം. ഇത്രയും ഡേഞ്ചറസ് ആണെങ്കിലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ ഫ്യൂം ചെയ്യും. ഇത് നമുക്ക് ശ്വസിക്കാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് വേണം ആസിഡുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആസിഡുകൾ ഡൈല്യൂട്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ആസിഡുകളിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യമുള്ള വെള്ളം, നമുക്ക് ഏത് പർട്ടിക്കുലർ ഡൈല്യൂഷനിൽ ആസിഡാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ആസിഡ് നമ്മൾ മെഷറിംഗ് ജാറിലെടുക്കും. എന്നിട്ട് വെള്ളം, അതിനാവശ്യമായ വെള്ളം വേറൊരു ബീക്കറിൽ എടുത്തിട്ട് അതിലേക്ക് ഡ്രോപ്പ് വൈസായിട്ട് മാത്രമേ ആസിഡുകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കോൺസെൻട്രേറ്റഡ് ആസിഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പം ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. അപ്പോൾ വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ സ്റ്റെർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പോയിൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ പലപ്പോഴും ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമുക്ക് 1 or 2 ഡ്രോപ്സ് ഓഫ് എ കോൺസെൻട്രേറ്റഡ് ആസിഡ്, ചിലപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് HCl ഒരു 2 or 3 ഡ്രോപ്സ്, വാഷ് ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3 ഒരു 5 ഡ്രോപ്സ്, ഇങ്ങനെയൊക്കെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ട്യൂബ് വെച്ചിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഗ്ലാസ് ട്യൂബുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുമ്പോൾ ഒരിക്കലും ഗ്ലാസ് ട്യൂബോ ഗ്ലാസ് റോഡുകളോ കോൺസെൻട്രേറ്റഡ് ആസിഡ് ബോട്ടിലേക്ക് ഒരിക്കലും ഇമേഴ്സ് ചെയ്യാൻ പാടില്ല. കാരണം അതിനകത്ത് എന്തെങ്കിലും പൊടിപടലങ്ങളോ അഴുക്കോ ഉണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലുള്ള ടോട്ടൽ ആസിഡ് അത് ഡാമേജ്ഡ് ആക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് എടുക്കേണ്ട സമയത്ത് നമ്മൾ വലിയ ബോട്ടിലിൽ നിന്ന് അല്പം ആസിഡ് ഒരു ചെറിയ ബീക്കറിലേക്ക് കെയർഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ബീക്കറിൽ നിന്ന് വേണം ഡ്രോപ്സ് ആയിട്ട് ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഗ്ലാസ് റോഡ് ഉപയോഗിച്ചോ എടുക്കാൻ. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്പം ആസിഡ് വാച്ച് ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് അതിലേക്ക് ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഡെമോ ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റഡ് ആസിഡിനെ ഒരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൽ നിന്ന് ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ നമ്മളൊരു ബീക്കറിൽ ആസിഡ് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ട്യൂബും അതിനകത്ത് കാണാം. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ മുകളിലേക്കിരിക്കുന്ന എൻഡ് അവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഗ്ലാസ് ട്യൂബിൻ്റെ മുകളറ്റത്ത് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട്
ഡ്രൈ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ക്ലോസ് ചെയ്ത് പിടിച്ച് നമുക്ക് മാക്സിമം ലിക്വിഡ് അല്ലെങ്കിൽ മാക്സിമം ആസിഡ് ആ ട്യൂബിലേക്ക് കടത്താം. ഇങ്ങനെ ആ ഇൻഡെക്സ് ഫിംഗറിൻ്റെ അവിടെ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചാണ് ആ സൊല്യൂഷൻ അതിൽ ഹോൾഡ് ചെയ്യുന്നതും. അതുപോലെ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വളരെ കുറച്ച് ആസിഡ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് ആസിഡിൽ നിന്ന് ഇഷ്ടാനുസരണം ഡ്രോപ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇനി ഗ്ലാസ് റോഡ് ഡിപ്പ് ചെയ്യുന്നത് ഇതുപോലെ അതേ സൊല്യൂഷനിൽ ഗ്ലാസ് റോഡിൻ്റെ ടിപ്പ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യത്തെ ഡെമോയിൽ കണ്ടതുപോലെ. ഇനി നമ്മൾ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ കണ്ട കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു പവർഫുൾ ആക്ഷൻ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജൻറ്റ് ആസ് വെൽ ആസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. എന്താണ് ഡ്രൈയിങ് ഏജൻറ്റ്? ഡ്രൈയിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ ഉള്ള വാട്ടറിൻ്റെ അംശം, ജലാംശം വലിച്ചെടുക്കുന്നതിനെയാണ് ഡ്രൈ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ മൂലകങ്ങളെ, അതായത് വാട്ടറിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും വാട്ടറിൽ അത് ഏത് പ്രൊപ്പോർഷനിലാണോ അതേ പ്രൊപ്പോർഷനിൽ വാട്ടറായിട്ട് റിമൂവ് ചെയ്യുക, നീക്കം ചെയ്യുക. അതാണ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് നമ്മളിവിടെ കണ്ടത്. ആദ്യത്തെ 3 കേസസ് നമുക്ക് കാർബോഹൈഡ്രേറ്റുകളാണ്. അവിടെ ഹൈഡ്രജനും ഓക്സിജനും വാട്ടറിലുള്ള അതേ അനുപാതത്തിലാണ്. അതിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ അവശേഷിക്കും. എന്നാൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസിന് ആ ബ്ലൂ കളർ കിട്ടിയിരിക്കുന്നത് അതിലെ 5H2O മോളിക്യൂൾസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഇവിടെ ഡീഹൈഡ്രേഷൻ റിമൂവൽ ഓഫ് H2O പ്രസൻറ്റ് ആസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനാണ്. അങ്ങനെ സ്ലോലി അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കളർലെസ് കോപ്പർ സൾഫേറ്റ് ആണ്. നമുക്ക് പെയിൽ ബ്ലൂ വരെയാണ് കിട്ടിയത്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ആ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറ് നഷ്ടപ്പെട്ട് അവസാനം വൈറ്റ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റായി മാറും. ഇനി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ. ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ ഫ്യൂം ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ്റെ പ്രസൻസ് കാണുന്നതിന് ഈ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രോട്ടീന് യെല്ലോ കളറായി മാറും. അതിനെ നമ്മൾ സാന്തോ പ്രോട്ടീൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലൊക്കെ നൈട്രിക് ആസിഡ് പറ്റിയാൽ ആ സ്കിന്നിൽ യെല്ലോ കളർ കാണാം. കോൺസെൻട്രേറ്റഡ് ആസിഡിനെ കുറിച്ചുള്ള ചെറിയൊരു പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.